നമസ്കാരം. ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ അറിയാൻ പോകുന്നത് നമ്മുടെയൊക്കെ വീട്ടിലുള്ള തെച്ചി കുലകുത്തി പൂക്കളുണ്ടാകാൻ വേണ്ടിയിട്ടുള്ള പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ്. അപ്പോൾ ഇതുപോലെ നിറച്ച് കുലകുലയായിട്ട് പൂക്കൾ വരാനായിട്ട് ചില പ്രധാന കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. അത് എന്തൊക്കെയാണെന്നാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ പറയാനായിട്ട് പോകുന്നത്. ഈ ചെടിയുടെ തൈ തിരഞ്ഞെടുക്കുമ്പോൾ മുതൽ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ഇതുപോലെ പൂക്കൾ വരുന്ന ഒരു വെറൈറ്റി നമ്മൾ അത് തന്നെ തിരഞ്ഞെടുക്കണം. എല്ലാ ചെടികളും നട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതുപോലെ പൂക്കൾ വരത്തില്ല. അതുപോലെ ഇതിൻ്റെ കെയറിങ്ങിൽ ചില പ്രത്യേകതകൾ തന്നെയുണ്ട്. അതൊക്കെ അറിഞ്ഞിരിക്കണം. എങ്കിൽ മാത്രമേ ധാരാളമായിട്ട് പൂക്കൾ നിറയുകയുള്ളൂ. അപ്പോൾ നമ്മൾ മലയാളികളെല്ലാം തന്നെ നമ്മുടെ വീടിൻ്റെ മുൻവശത്ത് ഒരു തെറ്റി നട്ടു വളർത്തുന്നത് കാലാകാലങ്ങളായിട്ടുള്ളൊരു പതിവാണ്. ചുവന്ന തെറ്റിപ്പൂക്കൾ കണ്ടുകൊണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് ഒരു ശുഭലക്ഷണമായിട്ട് പറയുന്നുണ്ട്. ഗൃഹനാഥനും വീട്ടിലുള്ളവർക്കൊക്കെ വളരെ ഐശ്വര്യം കൊണ്ടുവരുമെന്നും, അതുപോലെ ഒരു ദേവി ചൈതന്യമുള്ള പുഷ്പമാണിത്. ശുഭപ്രദമായിട്ടുള്ള ഒരു പുഷ്പം എന്ന് തന്നെ പറയാം. പൂജയ്ക്കായിട്ട് എടുക്കുന്ന പുഷ്പങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഇത്. അതുപോലെ തന്നെ നമ്മുടെ മുറ്റത്തുള്ള ഒരു പൂന്തോട്ടത്തിൽ ഇത്രത്തോളം അനുയോജ്യമായിട്ടുള്ള മറ്റൊരു ചെടി ഇല്ല എന്ന് തന്നെ പറയാം. അത്രത്തോളം ഈ പ്രകൃതിയുമായിട്ട് മറ്റുള്ള ജീവജാലങ്ങൾക്ക് സഹായം ചെയ്യുന്ന ഒരു ചെടിയാണ് തെറ്റിച്ചെടി. ഇതിൽ നിറയെ തേനുള്ള ഒരു പുഷ്പമാണ്. തേൻ കുരുവികളാണെങ്കിലും പൂമ്പാറ്റകളാണെങ്കിലും ഒരുപാട് പ്രാണികൾ ഇതിനെ ആശ്രയിച്ച് കഴിയുന്നവരുണ്ട്. അപ്പോൾ ചിത്രശലഭങ്ങളെയൊക്കെ ധാരാളമായിട്ട് നമ്മുടെ വീട്ടുമുറ്റത്തേക്ക് ആകർഷിക്കുവാൻ കഴിയുന്ന ഒരു ചെടിയാണ് തെറ്റി. അതുപോലെ വാസ്തുപ്രകാരം നോക്കിക്കഴിഞ്ഞാൽ ഒരു ഗൃഹത്തിന് ഏറ്റവും ശുഭലക്ഷണമായിട്ട് പൊതുവെ പറയുന്ന ഒരു ചെടിയാണ് തെറ്റി. സമൃദ്ധിയും ഐശ്വര്യവുമൊക്കെയാണ് പ്രതീകമായിട്ട് വരുന്നത്. പോസിറ്റീവ് എനർജി വർദ്ധിക്കാനായിട്ട് സഹായിക്കുന്നു. ഈ ചുവന്ന പൂക്കൾ പ്രത്യേകിച്ച് നല്ലതാണെന്നാണ് പറയുന്നത്. ശക്തിയും ഐശ്വര്യവും ഒക്കെ പ്രതീകമാക്കുന്നുണ്ട്. സന്തോഷം, നല്ല വാർത്തകൾ എന്നിവയെ ആകർഷിക്കുവാനായിട്ടുള്ള ഒരു സൂചനയാണ് തെറ്റി നിറയെ പൂക്കുന്നത്. അത് ഒരു ഐതിഹ്യമാണ്. കിഴക്ക്, വടക്ക്, അതുപോലെ തെക്ക് കിഴക്ക് ഒക്കെ നടാനായിട്ട് വളരെ അനുയോജ്യമാണ്. ഏറ്റവും നല്ലത് വീടിന് മുന്നിൽ തന്നെ നമ്മൾ ഇറങ്ങുന്ന സ്ഥലത്ത് തന്നെ ഒരു തെച്ചി നട്ടുപിടിപ്പിക്കുന്നതാണ്. അത് നമുക്ക് ചട്ടിയിലോ അല്ലെങ്കിൽ തറയിലോ ഒക്കെ നട്ടുപിടിപ്പിക്കാം. എന്നാൽ യഥാർത്ഥത്തിൽ ഈ തെറ്റി നിറയെ പൂക്കുന്നതിന് ചില കാര്യങ്ങൾ കൂടി നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. തെറ്റി നട്ട് കഴിഞ്ഞാൽ മാത്രം പോരാ, ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഇതൊരു തനി നാടൻ വെറൈറ്റി ആണെന്ന് പറയാനാവില്ല. ഇത് നമ്മൾ നഴ്സറിയിൽ നിന്ന് വാങ്ങി വെച്ചിട്ടുള്ള ഒന്നാണ്. അപ്പോൾ ഇതിൻ്റെ തണ്ടുകൾ മുറിച്ച് നട്ട് കഴിഞ്ഞാൽ ഒരു നാടൻ തെറ്റിയെ പോലെ തന്നെ നമുക്ക് തൈകൾ നന്നായിട്ട് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഇതിൽ നിന്ന് ധാരാളം തൈകൾ ഞാൻ ഇവിടെ വളർത്തിയെടുത്തിട്ടുമുണ്ട്. എനിക്ക് തോന്നിയിട്ടുള്ളത് ഇതിൻ്റെ ചെറിയ കൊമ്പുകൾ മുറിച്ച് ഞാനൊരു ചട്ടിയിലൊക്കെ നട്ടപ്പോൾ ഒരുപാട് പൂക്കൾ അതിൽ തന്നെ പിടിക്കുന്നതായിട്ടാണ്. അപ്പോൾ നമ്മളൊരു മാതൃചെടിയിൽ നിന്നും ഇത്രത്തോളം പൂക്കളുണ്ടാകുന്ന മറ്റ് ചെടികൾ പിടിപ്പിച്ചെടുക്കാനായിട്ട് സാധിക്കുന്ന ഒരു വെറൈറ്റിയാണിത്. അതുപോലെ മഴക്കാലത്താണ് ഇത് ഏറ്റവും കൂടുതലായിട്ട് പൂക്കൾ വരുന്നത്. ഈ മഴക്കാലത്ത് ധാരാളം പൂവിടുന്നതിനായിട്ട് ഞാൻ ചെയ്തത് മഴയ്ക്ക് മുമ്പ് നന്നായിട്ടൊന്ന് പ്രൂൺ ചെയ്ത് ഇതിൻ്റെ കൊമ്പുകളൊക്കെ നന്നായിട്ടൊന്ന് കോതി ഒതുക്കി കൊടുത്തതിന് ശേഷം ഒരു ചെറിയ വളപ്രയോഗവും കൂടി നടത്തി. അപ്പോൾ ആ വളം എന്താണെന്നാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ കുറേ അധികം കുലകൾ കൂടി ഉണ്ടായിരുന്നു. അതൊക്കെ മാല കെട്ടുന്നതിനായിട്ടൊക്കെ നമ്മൾ അടർത്തിയെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഈ മഴയ്ക്ക് മുമ്പ് ഒരുപാട് നീണ്ട് വളർന്നങ്ങ് പോയിരുന്ന ഒരു ചെടിയായിരുന്നു. അങ്ങനെ നീണ്ട് വളർന്നങ്ങ് പോയി കഴിഞ്ഞാൽ അതിൽ പൂക്കൾ കുറയും. അതുകൊണ്ട് തന്നെ ഒന്ന് പ്രൂൺ ചെയ്ത് കഴിഞ്ഞാൽ പുതിയതായിട്ട് തളിരുകൾ വരും, പുതിയ കൊമ്പുകൾ വരും. അപ്പോൾ മഴക്കാലത്തിന് മുമ്പ് ഒരു സോഫ്റ്റായിട്ട് പ്രൂണിങ് ആണ് നല്ലത്. ചിലപ്പോൾ നമ്മൾ ഒന്ന് ചുവട്ടിൽ നിന്ന് കുറച്ചും കൂടെ മുകളിൽ വെച്ചൊന്ന് ഹാർഡ് പ്രൂണിങ് ഒക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ മഴയും ഈർപ്പവും ഒക്കെ ഉള്ള കാലാവസ്ഥയിൽ അങ്ങനെ ചെയ്യാൻ പാടുള്ളൂ. ഒരുപാട് ഉണക്ക് ഉള്ള സീസണിൽ, നല്ല വേനലൊക്കെയാണ്, വെള്ളം കുറവാണെന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ ഹാർഡ് പ്രൂണിങ് ചെയ്യരുത്. അപ്പോൾ അതിൽ നിന്ന് ഞാനൊരു കൊമ്പ് കൊണ്ടുവന്ന് ഈ ഒരു ചട്ടിയിൽ വെച്ചതാണ്. അത് നന്നായിട്ട് വളർന്നു വരുന്നുണ്ട്. അപ്പോൾ ഈ മഴക്കാലത്ത് നമ്മൾ പ്രൂണിങ് നടത്തി കഴിഞ്ഞാൽ ആ കൊമ്പുകൾ കൊണ്ടുവന്ന് ചെറിയ ചട്ടികളിലൊക്കെ കുത്തിവെച്ചാൽ പെട്ടെന്ന് തന്നെ വളർന്നു വരും. ഇനി നമ്മൾ ഒരുപാട് പൂക്കൾ ഉണ്ടാകുമെന്ന് കരുതി നല്ല വേനൽക്കാലത്ത് ഉണങ്ങി കിടക്കുന്ന സമയത്തൊക്കെ ഒരു ഹാർഡ് പ്രൂണിങ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചെടിയോടുകൂടി ഉണങ്ങിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നല്ല ചൂടുള്ള സമയത്തൊന്നും ചുവട് വെച്ചൊരു പ്രൂണിങ് നല്ല കുറ്റിയാക്കി നിർത്താനായിട്ട് ശ്രമിക്കരുത്. ആ ഒരു സമയത്തൊക്കെ സോഫ്റ്റ് പ്രൂണിങ് മാത്രമേ ചെയ്യാവൂ. അതിൻ്റെ വളർന്നു വരുന്ന പൂവ് ഉണങ്ങി കഴിയുമ്പോൾ അത് മാത്രം ഒടിച്ച് നിർത്തിയാൽ മതി. വേനലിൽ പൂവിടാനായിട്ട് ഏറ്റവും നല്ലത് അതാണ്.
ഇനി സൂര്യപ്രകാശം ഒരു 4 മുതൽ 6 മണിക്കൂർ വരെ കിട്ടുന്ന ഒരു സ്ഥലത്ത് വേണം നമ്മുടെ ഈ ചെടി നട്ടു വെക്കാനായിട്ട്. ഏറ്റവും നല്ലത് രാവിലെയുള്ള വെട്ടം കിട്ടുന്ന സ്ഥലത്താണ്. അതുപോലെ ഈ ചുവട്ടിൽ വെള്ളം കെട്ടി നിൽക്കാനായിട്ട് അനുവദിക്കരുത്. പെട്ടെന്ന് തന്നെ ഇതിൻ്റെ വേര് ചീഞ്ഞു പോകുക. അതല്ലെങ്കിൽ വേര് ചീയാതെ ഇതിൻ്റെ ഇലകൾ മഞ്ഞിച്ച് അത് റെസിസ്റ്റ് ചെയ്ത് നിൽക്കുന്നതാണ്. ഇല മഞ്ഞിച്ചങ്ങ് നിൽക്കും, പൂക്കളുണ്ടാവുകയില്ല. അത് വെള്ളം കൂടി അതിൻ്റെ ചുവട്ടിൽ ഒരു ശ്വസിക്കാൻ പറ്റാതെ അതിൻ്റെ വേരുകൾ നിൽക്കുന്നു എന്നതാണ് ഈ ഇല മഞ്ഞിച്ച് നിൽക്കുന്നതിൻ്റെ ഒരു സൈൻ. പൂക്കൾ കൊഴിയുമ്പോൾ അതിൻ്റെ ആ അറ്റം കോതി നിർത്തി കഴിഞ്ഞാൽ 2ഉം 3ഉം കൊമ്പ് പുതിയതായിട്ട് വരും. അതിലെല്ലാം തളിരുകളാണ്. പുതിയ തളിര് വന്നെങ്കിലേ കുലകുലയായിട്ട് പൂക്കൾ വരത്തുള്ളൂ. ഓരോ തളിരിലും പൂക്കൾ കൊണ്ടുവരും. അപ്പോൾ ഇതിന് നമുക്ക് സാധാരണയായിട്ട് കൊടുക്കാവുന്ന വളങ്ങൾ കമ്പോസ്റ്റും എല്ലുപൊടി, ചാണകപ്പൊടി, വേപ്പിൻ പിണ്ണാക്ക് അതൊക്കെ നല്ലതാണ്. പക്ഷേ എനിക്ക് ഇപ്രാവശ്യം ഇതൊന്നും കൊടുക്കാൻ പറ്റിയില്ല. എനിക്ക് സമയം കിട്ടിയില്ല എന്നുള്ളതാണ്. അപ്പോൾ മഴക്കാലത്തിന് മുമ്പ് ഞാൻ ഇതിന് കൊടുത്ത ഒരൊറ്റ വളമേ ഉള്ളൂ. അത് ഒരു ദിവസം മാത്രമേ കൊടുത്തുള്ളൂ. അതിൻ്റെ ചുവട്ടിൽ അത് ഞാൻ കുറച്ച് ഡൈല്യൂട്ട് ചെയ്ത് വെള്ളത്തിൽ ലയിപ്പിച്ചാണ് ഒഴിച്ചു കൊടുത്തത്. ആ ഒരു വളം എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അത് ഞാൻ ഈ സാധാരണ നമ്മുടെ കൃഷിക്കൊക്കെ ഉപയോഗിക്കുന്ന പൊട്ടാഷ് അതാണ് വാങ്ങി വെച്ചിരുന്നത്. ഇവിടെ നമ്മൾ മറ്റുള്ള കൃഷികൾക്കൊക്കെ വാഴയ്ക്കുമൊക്കെ ഇടുന്ന ഒരു വളമാണ്. അപ്പോൾ അതിൽ നിന്ന് ഈ ഒരു പാത്രത്തിന് ഒരു കപ്പ്, ഒരു ചെറിയൊരു കപ്പ്, ഒരു 50 മുതൽ 60-70 ഗ്രാമോളം ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു വലിയ ചെടി ആയതുകൊണ്ടാണ് ഇതിട്ടത്. നമ്മളൊരു ചെറിയ ചെടിക്കൊക്കെ ആണെങ്കിൽ ഇത്രയൊന്നും ഇടാൻ പാടില്ല. ഇത് ഒരു ബക്കറ്റ് വെള്ളത്തിൽ കലക്കിയതിന് ശേഷം വേരിൽ നിന്ന് മാറി ചുറ്റും ഒഴിച്ചു കൊടുത്തു. നേരെ ചുവട്ടിലേക്ക് ഒഴിക്കരുത്. അതിനുശേഷം ഞാൻ നന്നായിട്ട് 2-3 ദിവസം വെള്ളം ഒഴിച്ചു കൊടുത്തു. ഇത് വേണമെങ്കിൽ നമുക്ക് ചെടിയുടെ ചുറ്റിലും വിതറി കൊടുക്കാം. നേരെ ചുവട്ടിലല്ലാതെ അതിൻ്റെ വേരുകൾ വലിച്ചെടുക്കാൻ തക്കവണ്ണം വിതറി കൊടുക്കാം. അപ്പോൾ ഈ ഒരു വളത്തിൽ നിന്ന് ഒരു സ്പൂൺ എടുത്ത് ഞാൻ സാധാരണ മിക്കവാറും ചട്ടികളിലൊക്കെ കുറച്ചൊന്ന് വിതറി കൊടുക്കും. പിന്നീട് വെള്ളം നനയ്ക്കുകയാണ് പതിവ്. അങ്ങനെ കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ ഞാനൊരു റോസിൻ്റെ ചുവട്ടിൽ ഇതിൽ നിന്ന് കുറച്ചെടുത്ത് വിതറി വെള്ളമൊക്കെ നനച്ച്. അത് കഴിഞ്ഞപ്പോൾ ആ റോസിൽ നിറയെ ഇതുപോലെ തന്നെ പൂക്കൾ വന്നു. ഒരുപാട് പൂക്കൾ അന്നുണ്ടായിരുന്നു. നല്ല റെഡ് കളറിലുള്ള ഒരു കാശ്മീരി റോസാണെന്ന് തോന്നുന്നു. അപ്പോൾ അതിൽ നിറച്ച് പൂക്കൾ വന്നു. പക്ഷേ ഈ റോസിന് ഈ വളം മാത്രമായിരുന്നില്ല ചെയ്തത്. ഞാൻ ഇതിൻ്റെ ചുവട്ടിൽ കുറച്ച് ഈ ചാണകപ്പൊടി കൂടി നേരത്തെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചാണകപ്പൊടിയൊക്കെ ഇട്ടൊന്ന് പ്രൂൺ ചെയ്തതിന് ശേഷമായിരുന്നു ഈ വളം ഞാൻ ഇതിൻ്റെ ചുവട്ടിൽ ഇട്ട് കൊടുത്തത്. അപ്പോൾ അത് രണ്ടും കൂടി ആയപ്പോഴായിരിക്കും ഒരുപാട് വലിപ്പത്തിലുള്ള പൂക്കൾ ഒരുപാടുണ്ടായി. അപ്പോൾ അത് കൊഴിയാതെ കുറേ അധികം ദിവസം നിൽക്കുകയും ചെയ്തു. അതുപോലെ തന്നെ ഈ ഒരു റോസിൻ്റെ നമ്മൾ കൊമ്പെടുത്ത് നട്ടു വെച്ച് കഴിഞ്ഞാൽ ചെറുതായിട്ടൊന്ന് കിളിർത്ത് വരും. പിന്നീട് അതങ്ങ് ഉണങ്ങിപ്പോവും. അപ്പം നല്ലതായിട്ട് ഈ ഒരു ചെടി ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഇതുവരെ കഴിഞ്ഞിട്ടില്ല ഈ ഒരു റോസിൽ നിന്നും. അത്രയ്ക്ക് നല്ല മനോഹരമായിട്ടുള്ള ഒരു പൂക്കളാണ് ഇതിലുണ്ടാകുന്നത്. ഉണ്ടാകുന്ന സമയത്ത് നിറച്ചുണ്ടാകും. അത് നല്ല രീതിയിൽ സൺലൈറ്റും വളവും ഉണ്ടെങ്കിൽ മാത്രമേ ഇതിൽ ഇത്രത്തോളം പൂക്കൾ ഉണ്ടാവുകയുള്ളൂ. ഒരു 10-60 പൂക്കൾ വരെ ഈ ഒരു ചെടിയിൽ ഉണ്ടായി നിന്ന സമയങ്ങളുണ്ട്. അപ്പോൾ അതിനൊക്കെ കാരണമായിട്ട് എനിക്ക് തോന്നിയത് നമ്മുടെ ഈ ഒരു വളം മാത്രമാണ്. ഇപ്രാവശ്യം അത് ഞാൻ തെറ്റിയിലും കൂടെ ഇട്ട് കൊടുത്തു. അപ്പോൾ അതിൽ നിറച്ച് പൂക്കൾ വന്നു. അപ്പോൾ ഇത് ഇവിടെ സാധാരണയായിട്ട് വാഴക്കൃഷിയുണ്ട്. വാഴയ്ക്കാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വളമാണ്. ഇപ്പം അല്ലാതെ നമ്മൾ ചെടിക്ക് വേണ്ടിയിട്ടൊന്നും വാങ്ങി വെച്ചിരിക്കുന്ന ഒരു വളമല്ല. പൊതുവേ നമ്മുടെ കൃഷികൾക്ക് ഉപയോഗിക്കുന്ന ഒരു വളം തന്നെയാണ്. അതുപോലെ ഈ തെറ്റിയൊക്കെ നിറയെ പൂക്കണമെന്നുണ്ടെങ്കിൽ മണ്ണിനും ഒരു ക്വാളിറ്റി വേണം. കുറച്ച് അസിഡിക് ആയിട്ടുള്ള സോയിലിൽ നന്നായിട്ട് വളർന്നു വരും. ഇതിൻ്റെ വേര് കുറച്ച് വേരുകളെ കാണൂ. ഒരുപാടൊന്ന് പടർന്നു പോകുന്ന വേരൊന്നുമല്ല. ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുത്താൽ അതുകൊണ്ട് ചുവട്ടിൽ തങ്ങിക്കഴിഞ്ഞാലാണ് ഇത് ചീഞ്ഞു പോകുന്നത്. നമ്മൾ വേനൽക്കാലത്തൊക്കെ ആണെങ്കിൽ ഇത് ദിവസവും നനച്ചു കൊടുക്കാം. അതല്ലാതെ ഈർപ്പമൊക്കെ ഉള്ള കാലാവസ്ഥയിലാണെങ്കിൽ 2-3 ദിവസം കൂടുമ്പം ആ മൂട്ടിലുള്ള ഉണക്കനുസരിച്ച് ഉണങ്ങി വരികയാണെങ്കിൽ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഈ തെറ്റി വളർത്തുന്നവർ അറിഞ്ഞിരിക്കേണ്ട ഒരു മെയിൻ കാര്യം, പുതിയ തളിരുകൾ ഉണ്ടാക്കാനായിട്ട് നമ്മൾ ബൂസ്റ്റ് ചെയ്ത് കൊടുക്കണം. തെറ്റി പൂക്കൾ വരുന്നത് പുതിയ തളിരിലാണ്. അത് വരാൻ സഹായമുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം. സൂര്യപ്രകാശം, ആവശ്യമായിട്ടുള്ള ഈർപ്പം, അതുപോലെ വളക്കൂറ്, പ്രൂണിങ്, ഇതെത്രയും ഉണ്ടെങ്കിൽ തളിരുകൾ കൂടുതൽ വരും. ആ തളിരിലെല്ലാം തന്നെ പൂമൊട്ടുകൾ കാണുകയും ചെയ്യും. ഇനി തെറ്റിയുടെ വെറൈറ്റികൾ ചട്ടിയിലൊക്കെ വെച്ചിട്ടുള്ളതിൽ എനിക്ക് അനുഭവപ്പെട്ടിട്ടുള്ളൊരു കാര്യം, ചെറിയ മിനിയേച്ചർ ഐറ്റങ്ങളൊക്കെ ആണെങ്കിലും ഈ ഒരു തെറ്റിയിൽ അധികം കണ്ടിട്ടില്ല.
ചെറിയ തെറ്റിയിൽ പൂമൊട്ടുകൾ വരും, പിന്നീട് കരിഞ്ഞു വീഴും. അതിന് കാരണം ചിലപ്പോൾ വെള്ളം കുറയുന്നതാകാം, ചിലപ്പോൾ അധികം വെള്ളം കൂടി വെയിലില്ലാത്ത ഒരു സ്ഥലത്തൊക്കെ വെച്ചിരിക്കുന്നതാകാം. അങ്ങനെ വെയിലുള്ള സ്ഥലത്തൊക്കെ മാറ്റി വെക്കുമ്പോൾ ഇത് ശരിയാവുന്നത് കണ്ടിട്ടുണ്ട്. അതുപോലെ വളത്തിൻ്റെ കുറവ്, പൊട്ടാസ്യത്തിൻ്റെ കുറവ് ഈ മൊട്ടുകൾ ഇങ്ങനെ കരിഞ്ഞു വീഴുന്നതിന് കാരണം. അത് പൂ വിരിയത്തില്ല, മൊട്ട ആയിരിക്കുമ്പോൾ തന്നെ പൊഴിഞ്ഞങ്ങ് പോകും. അതിൽ ചൂട് കാലാവസ്ഥയൊക്കെ ആണെങ്കിൽ അധികം ചൂടടിച്ചു കഴിഞ്ഞാലും ഇതേപോലെ തന്നെ ഇത് ഉണങ്ങി പോകുന്നതിന് കാരണമാകും. അതുപോലെ കീടങ്ങളുടെ ശല്യം വരാം. ഈ വെള്ളം കൂടിക്കഴിഞ്ഞാൽ ഫംഗസിൻ്റെ ഉപദ്രവം മൂലവും ഈ മൊട്ടുകൾ വരുന്നത് ഉണങ്ങി അങ്ങ് പോകും. ഒത്തിരി സൂര്യപ്രകാശം കുറഞ്ഞ ഒരു സ്ഥലത്താണ് ഇതിരിക്കുന്നതെങ്കിൽ അതിൻ്റെ ചുവട്ടിൽ നനവും കൂടുതലാണെന്നുണ്ടെങ്കിൽ ഈ മൊട്ടുകൾ വിരിയത്തില്ല. അത് ഫംഗസ് രോഗമാണോ എന്നൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. കീടങ്ങളൊക്കെ ആണ് വന്നിത് തിന്നുന്നതെന്നുണ്ടെങ്കിൽ വേപ്പെണ്ണ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. അതുകൊണ്ട് ഈ ചിത്രശലഭങ്ങളും ഒക്കെ വരുന്ന ഒരു ചെടി ആയതുകൊണ്ട് തന്നെ നമ്മൾ കഠിനമായിട്ടുള്ള കീടനാശിനികളൊന്നും ഈ ഒരു ചെടിയിൽ പ്രയോഗിക്കരുത്. ഒരു എഡിബിളായിട്ടുള്ള ഒരു സസ്യമാണിത്. അതുകൊണ്ട് തന്നെ ഈ വിഷമുള്ള കീടനാശിനികൾ പരമാവധി ഈ ഒരു ചെടിയിൽ പ്രയോഗിക്കാതിരിക്കുക. വർഷം മുഴുവൻ പൂക്കൾ തരുന്ന ഇതിൻ്റെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. ഇതിൻ്റെ ഒരു മഞ്ഞ കൂടി എനിക്കുണ്ട്. ആ മഞ്ഞയിലാണെങ്കിൽ വേറൊരു സമയത്താണ് നിറയെ പൂക്കൾ പിടിക്കുന്നത്. ആ പൂക്കൾ പിടിക്കുന്ന സമയത്ത് ഞാനത് വീഡിയോ ആയി ചെയ്യാം. ഇതിൻ്റെ പൂക്കൾ ഒരു 4 മുതൽ 6 ആഴ്ച വരെ ഈ ചെടിയിൽ തന്നെ നിൽക്കുന്നുണ്ട്. രാവിലെ ഉള്ള വെയിൽ കിട്ടുന്ന ഒരു സ്ഥലത്താണ്, അതുകൊണ്ടാണ് ഇതിൽ നിറയെ പൂക്കൾ ഉണ്ടാകുന്നത്. അപ്പോൾ തെറ്റിയുടെ പരിചരണത്തെ പറ്റിയുള്ള ഈ ഒരു വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം.